ഇത് അടൂർ KSRTCയുടെ പരിസര പ്രദേശമാണ്. ഇതിൻ്റെ തൊട്ടുപിറകിലായി അടൂർ നഗരസഭയുടെ ഒരു പാത കടന്നു പോകുന്നുണ്ട്. ഈ പാതയിലൂടെ വാർത്ത 24 സഞ്ചരിച്ചപ്പോൾ വളരെയധികം സങ്കടവും അതിലേറെ ബുദ്ധിമുട്ടുമാണ് അനുഭവപ്പെട്ടത്. കാരണം ഇവിടെയാകെ വൃത്തിഹീനമാണ്. സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന നഗരസഭയായി അടൂരിനെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഈ പ്രധാനപ്പെട്ട പാതയിൽ ഇവിടെ സ്കൂളുകളുണ്ട്, ക്ഷേത്രമുണ്ട്, നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഇതുവഴി കടന്നു പോകുന്ന ആളുകൾ മൂക്കുകുത്തി വേണം സഞ്ചരിക്കാൻ. അതോടൊപ്പം തന്നെ KSRTCയുടെ ഉള്ളിലായി സ്ഥാപിച്ചിട്ടുള്ള നഗരസഭയുടെ ടേക്ക് എ ബ്രേക്കുമായി ബന്ധപ്പെട്ടുള്ള കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിൻ്റെ പ്രകോശം കാട് മൂടിക്കിടക്കുകയാണ്. അവിടെയാകെ മലിനജലം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു. മഴയായി കഴിഞ്ഞാൽ ഈ മലിനജലവും ഈ വേസ്റ്റുമൊക്കെ റോഡിലേക്ക് ഒഴുകി വരുമ്പോൾ ഇതുവഴി കടന്നു പോകുന്ന ആളുകളുടെ ദേഹത്തേക്ക് വീഴുകയും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വിഷയത്തിൽ പലപ്പോഴായി KSRTC ഉദ്യോഗസ്ഥന്മാർ നഗരസഭ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ അടൂർ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വിഷമകരമാണ്. ഇനിയെങ്കിലും ഈ വിഷയത്തിൽ കണ്ണു തുറന്ന് പ്രവർത്തിക്കുവാൻ അടൂരിലെ നഗരസഭ അധികാരികൾ തയ്യാറാവുന്ന പ്രതീക്ഷയിലാണ് വാർത്ത 24 ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ആകെ മദ്യക്കുപ്പികളും അതോടൊപ്പം തന്നെ വേസ്റ്റ് മാലിന്യങ്ങളും അടക്കം എല്ലാം കണ്ടു. ഇവിടെ മലമൂത്ര വിസർജനം നടത്തി അതിലേറെ ദുർഗന്ധവും ഉണ്ടാകുന്നുള്ള ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് വാർത്ത 24 ഈ വാർത്ത ചെയ്യുന്നത്. എന്തായാലും നഗരസഭ അധികാരികളുടെ ഭാഗത്തുനിന്ന് പ്രത്യാശയുള്ള ഒരു നടപടി ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ അടൂരിൽ നിന്നും അജിത് പട്ടാഴി, വാർത്ത 24.